ആനി ക്രിയേഷൻസിൻ്റെ 41ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന തകരാറുകൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 5 തകരാറുകളെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ത്രെഡ് പൊട്ടിപ്പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. രണ്ടാമത്തേത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ തുണി വലിഞ്ഞു വരും, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പിന്നെ മൂന്നാമത്തേത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ തുണിയിൽ സ്റ്റിച്ചിങ് പിടിക്കണമെന്നില്ല, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ്. നാലാമത്തേത് നൂല് കട്ട പിടിക്കുന്നതിൻ്റെ കാരണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അഞ്ചാമത്തേത് കട്ടിയുള്ള തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ തകരാറെന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ സംഭവിക്കുന്ന ഒരു തകരാറാണ് ത്രെഡ് പൊട്ടിപ്പോകൽ. ഇതിൻ്റെ ഫസ്റ്റ് തകരാറ് എന്ന് പറയുന്നത് ത്രെഡ് പൊട്ടിപ്പോലാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുമ്പോൾ ഇടയിൽ വെച്ചിട്ട് ത്രെഡ് പൊട്ടിപ്പോകുന്നത് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാരണമാണ്. അപ്പോൾ ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. അതിലേറ്റവും ആദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിവിടെ സൂചി, ഈ മെഷീനിൽ സൂചി ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സൂചി എങ്ങനെ അഴിക്കാം, എങ്ങനെ ഈ സൂചി ഇടാം, പിന്നെ അതുപോലെ തന്നെ ബെൽറ്റ് എങ്ങനെ ഇടാം, ബോബിൻ കേസ് എങ്ങനെ മെഷീനുമായി കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അതായത് എൻ്റെ 40ാമത്തെ വീഡിയോ ആണത്. അത് മാത്രമല്ല, ഞാൻ ഒത്തിരി വീഡിയോസ് ഇതിന് മുൻപ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോമോറിലുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കാണുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ സൂചി ഒന്ന് അലൈനർ കൊണ്ട് ഒന്ന് അഴിച്ച് കാണിക്കുകയാണ്. നമ്മളിത് വളരെ ടൈറ്റ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അലൈനർ കൊണ്ട് നമുക്കിത് ഒന്ന് അഴിക്കാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ ഈ സൂചി അഴിച്ചു. നമ്മൾ സൂചി എപ്പോഴും ഇടുമ്പോൾ വളരെ മുകളിലേക്ക് കയറ്റിയാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്ക്കുമ്പോഴും നമ്മുടെ ത്രെഡ് പൊട്ടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ സൂചി അഴിക്കുക, എന്നിട്ട് കുറച്ച് താഴേക്ക് ഇറക്കി ഇത് ടൈറ്റ് ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ത്രെഡ് പൊട്ടിയില്ല. അപ്പോൾ ഇതൊരു പ്രധാന കാരണമാണ്, ത്രെഡ് പൊട്ടിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് സൂചിയുടെ അലൈൻമെൻറ്റിലുള്ള ഈ മാറ്റം. താഴത്തേക്ക് കുറച്ച് ഇറക്കി ഇത് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ടൈറ്റ്നെസ് വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ സൂചിയിലേക്ക് നൂല് ഇടുന്നതിന് മുൻപ് നമ്മൾ ഈ ഗ്യാപ്പിലൂടെ, അത് ആദ്യമേ നമ്മൾ ഈ ഗ്യാപ്പിൽ നൂല് ചുറ്റും, പിന്നെ ഈ ഗ്യാപ്പിൽ നൂല് ചുറ്റും, എന്നിട്ട് നമ്മൾ ഈ നൂലൊന്ന് പതിയെ ഒന്നിങ്ങനെ വലിക്കുമ്പോൾ ഓവർ ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ഇല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ നൂല്, അതായത് വളരെ ഇങ്ങനെ സിമ്പിളായിട്ടാണ് പോരുന്നതെങ്കിൽ ഈ ഭാഗം കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് നിൽക്കണം. ഓവർ ടൈറ്റും ആകാൻ പാടില്ല, ഓവർ ലൂസും ആകാൻ പാടില്ല. അപ്പോൾ ത്രെഡ് പൊട്ടിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഭാഗത്ത് നൂലിങ്ങനെ ചുറ്റി, നമ്മളത് അറിയില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, ഇതേപോലെ ഇങ്ങനെ ചുറ്റി പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ത്രെഡ് നമ്മൾ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ത്രെഡ് പൊട്ടിപ്പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ നൂലൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ ഇവിടെ ഇതേപോലെ നൂലിങ്ങനെ ഈ ഭാഗത്ത് കറങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് അഴിച്ചു കൊടുക്കുക, എന്നിട്ട് നൂലിടുക. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എല്ലായിടത്തും കോർക്കുക, സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ത്രെഡ് പൊട്ടിപ്പോകുന്നതിൻ്റെ ഇതും ഒരു കാരണമാണ്. ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ചില പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീട്ടിൽ നമ്മുടെ നൂല് ഏതാണ്ട് ഈ ഒരു ഷേപ്പിലിരിക്കും. പിള്ളേരത് കളിച്ച് വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്, നൂലെപ്പോഴും ഇതേ കറക്റ്റ് റൗണ്ട് അല്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭാഗത്തെല്ലാം നമ്മൾ ചുറ്റിയിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നൂല് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കറങ്ങി വരണമെന്നില്ല. ഞാനിപ്പോൾ ഈ നൂലൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചിരിക്കുകയാണ്. ഈ നൂല് നമ്മൾ ഒന്നും നോക്കാതെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ കറങ്ങി വരില്ല. ഈ ഭാഗമൊക്കെ നമ്മൾ ഈ ഭാഗമൊക്കെ നമ്മൾ നൂലിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ത്രെഡ് വലിഞ്ഞത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലത്തെ നൂലാണെങ്കിൽ നമ്മൾ കത്രിക കൊണ്ട് ഇതൊന്ന് റൗണ്ട് ആക്കുക, 2 ഭാഗവും ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഇടുക. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ നൂല് നിങ്ങൾ താഴത്തേക്ക് ഇട്ടിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഈ ഗ്യാപ്പിൽ നൂല് കയറ്റുക, പിന്നെ ഇവിടെ അതേപോലെ എല്ലായിടത്തും കോർത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിങ്ങനെ താഴത്തേക്ക് ഇട്ടാൽ മതി. ഇവിടെ തന്നെ വെച്ചാൽ മാത്രമേ സ്റ്റിച്ചിങ് വരണം എന്നൊന്നുമില്ല. ഈ ഭാഗത്തേക്ക് ഇട്ടാലും സ്റ്റിച്ചിങ് സാധാരണ പോലെ തന്നെ സ്റ്റിച്ചിങ് വരും. അപ്പോൾ നമ്മൾ ത്രെഡ് പൊട്ടിപ്പോകുന്നതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത തകരാറ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി വലിഞ്ഞു വരുന്നത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ തുണിയിൽ
തുണി ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോകും. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂചിയുടെ പോയിന്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണി ആകെ അത് വലിഞ്ഞ് വലിഞ്ഞ് നമുക്കത് അറിയാൻ പറ്റും. സൂചിയുടെ പോയിന്റ് പോയത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ തകരാറ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തുണി വലിഞ്ഞു പോകുന്നതിൻ്റെ കാരണം സൂചിയുടെ പോയിന്റ് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സൂചി മാറ്റുക. ഈ സൂചി മാറ്റിയിട്ട് വേറൊരു സൂചി ഇട്ട് തയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സൂചി കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഇവിടെ 2 സൂചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സൂചി നല്ല ഷാർപ്പാണ്, ഇതിൻ്റെ പോയിന്റ് നല്ല ഷാർപ്പാണ്. പക്ഷേ ഇതിൻ്റെ പോയിന്റ്, അതായത് ആ അറ്റത്തെ ബോൾ ഇതിനില്ല. ഇതിന് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സംഭവം, അതായത് നമ്മുടെ തുണിയിൽ വലിഞ്ഞു വരും. അപ്പോൾ അത് ആ തകരാറ് നമുക്ക് പരിഹരിക്കുന്നത് നല്ല സൂചി, നല്ല ഷാർപ്പും അതുപോലെ തന്നെ പോയിന്റുള്ള സൂചി കൊണ്ട് തയ്ച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകരാറാണ് നൂല് കട്ട പിടിച്ച് വരുന്നത്. മുകൾ ഭാഗത്ത് എന്തായാലും നൂല് കട്ട പിടിച്ച് വരില്ല. നമ്മുടെ താഴ്ഭാഗത്തെ സ്റ്റിച്ചിങ് ആയിരിക്കും കട്ട പിടിച്ച് വരുന്നത്. ഞാനിപ്പോൾ ഒന്ന് തയ്ച്ച് കാണിച്ചു തരികയാണ്. ഇപ്പോൾ നൂലിപ്പോൾ എല്ലാ ഭാഗത്തും നൂലിട്ടിട്ടുണ്ട്. പിന്നെ താഴെ ബോബിൻ കേസിലും നൂലിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ആ സൗണ്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്കത് അറിയാൻ പറ്റും. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് അല്ല വരുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ച് കാണിക്കുകയാണ്. ഞാനിപ്പോൾ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാനൊന്ന് തിരിച്ച് കാണിക്കുകയാണ്. ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ നൂല് കട്ടുപിടിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഞാനിപ്പോൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. ഇവിടെ ആദ്യമേ നൂല് ഇവിടെ കോർത്തു, ഈ ഭാഗത്ത് കോർത്തു, ഇവിടെ കോർത്തു, പിന്നെ ഈ ഹോളിൽ കോർത്തു, സൂചിയിലും കോർത്തു. ഈ ഭാഗമെല്ലാം ക്ലിയർ ആയിട്ടാണ് കോർത്തിരിക്കുന്നത്. ഞാൻ താഴെ ബോബിൻ കേസ് ഒന്ന് എടുക്കുകയാണ്. ബോബിൻ കേസ്, അതായത് ഈ ബോബിൻ കേസിൻ്റെ ഈ ഹോളിൽ കൂടി കയറിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഹോളിൽ കൂടിയും നൂല് വന്നിട്ടില്ല. അപ്പോൾ നൂല് കറക്റ്റായിട്ട് ബോബിൻ കേസിൽ ഈ 2 ഹോളിലും ഇട്ടില്ലെങ്കിലാണ് നൂല് കട്ടപിടിച്ച് വരുന്നത്. നൂല് കട്ടപിടിക്കുമ്പോൾ ഒരിക്കലും മുകൾ ഭാഗത്തെ സ്റ്റിച്ചിങ്ങിൽ കട്ടപിടിക്കില്ല. മുകൾ ഭാഗത്തെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് അല്ലെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അടിഭാഗത്തെ സ്റ്റിച്ചിങ് ആയിരിക്കും മൊത്തത്തിൽ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ അത് ഈ 2 ഗ്യാപ്പിലും നമ്മൾ നൂല് നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല. ചിലപ്പോൾ ഇത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ നൂല് കട്ട പിടിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ താഴെ ഇത് ഇങ്ങനെ നീക്കിയിട്ട് ഒന്ന് എടുത്ത് നോക്കുക. അതായത് ബോബിനും കേസും ഇവിടെ നിന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റ് നൂല് ചുറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നൂല് കറക്റ്റായിട്ടൊന്ന് ചുറ്റിയിട്ട് ഒന്നും കൂടി അടിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ആണ് ഇതിന് മുൻപ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ അറിയാത്തവർ ആ വീഡിയോ ആദ്യം കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ ഈ ഗ്യാപ്പിൽ കയറ്റി ഇനി ഞാനൊന്ന് ഇതേപോലെ ഒന്ന് അടിക്കുകയാണ്. കറക്റ്റായിട്ട് ഇപ്പോൾ നൂല് ബോബിൻ കേസിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നൂല് ഇട്ടു, 2 ഗ്യാപ്പിലും ഇട്ടു. എന്നിട്ടൊന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ സൗണ്ടും അറിയാൻ പറ്റും. വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മൾ നോർമൽ തയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ ആദ്യമേ സ്റ്റിച്ച് ചെയ്തപ്പോൾ ശബ്ദം ഒരു കട 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 എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. ഞാൻ തിരിച്ച് കാണിക്കുകയാണ്. പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഇതേപോലെ തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ കട്ട പിടിച്ച് വന്നിട്ടില്ല. അപ്പോൾ നൂല് കട്ട പിടിക്കുന്നതിൻ്റെ മെയിൻ കാരണം കേസിൻ്റെ അകത്ത് ബോബിൻ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇടുക. ആ നൂല് 2 ഗ്യാപ്പിലും വരത്തക്ക രീതിയിൽ വേണം ഇടാനായിട്ട്. ഇല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ ഇങ്ങനത്തെ ഒരു തകരാറ് സംഭവിക്കും. നമ്മളൊരു ചുരിദാർ തയ്ക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നൂലെല്ലാം കറക്റ്റായിട്ട് കോർക്കും. പിന്നെ അതുപോലെ തന്നെ ബോബിൻ കേസും കറക്റ്റായിട്ട് കോർക്കും. അപ്പോഴൊന്നും ഇതേപോലെ നൂല് കട്ടപിടിച്ച് വരില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നൂല് പോകാം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നൂല് കട്ടപിടിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് നിർത്തുക. എന്നിട്ട് ഒന്ന് ബോബിനും കേസും നോക്കുക, കറക്റ്റായിട്ടാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് നോക്കുക. അതിനുശേഷം തയ്ക്കുക. അപ്പോൾ ഈ ഒരു തകരാറ് നമുക്ക് പരിഹരിക്കാം. നൂല് കട്ട പിടിക്കുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മൾ ബോബിൻ കേസ് ഇവിടെ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്താലും ചില സമയത്ത് നൂല് കട്ട പിടിക്കാം. അതിനുള്ള കാരണം ഞാനിപ്പോൾ ഈ മെഷീൻ ഒന്ന് പൊക്കുകയാണ്. ഈ മെഷീൻ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. ഇങ്ങനെ പൊക്കണമെങ്കിൽ ആദ്യമേ നമ്മുടെ ഈ ബെൽറ്റ് നമ്മളതൊന്ന് മാറ്റണം. ഞാനിപ്പോൾ ബെൽറ്റ് മാറ്റി, എന്നാൽ മാത്രമേ നമുക്കിതിങ്ങനെ ഒന്ന് പൊക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് പൊക്കുകയാണ്. എന്നിട്ട് ഞാൻ ബോബിൻ കേസ്
അഴിച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ബോബിൻ കേസ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ നൂല് കട്ടപിടിച്ച് വരാം. ഇനി അടുത്ത ഒരു നൂല് കട്ടപിടിക്കുന്നതിൻ്റെ റീസണാണ് നമ്മൾ ഈ ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിൽ നൂല് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റി നൂലിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ തയ്ക്കുന്ന ആ നൂല് കയറിയിരിക്കാം. അങ്ങനെ ആ ഇടയിൽ ഏതെങ്കിലും നൂല് കയറിയിരിക്കുകയാണെങ്കിലും നമുക്ക് കട്ട പിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ബോബിൻ കേസ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് തയ്ക്കുക. അപ്പോൾ കട്ട പിടിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടും കട്ട പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ബോബിൻ കേസ് മാറ്റുക. എന്നിട്ട് ഈ സൂചിയുടെ അകത്തെ ഈ നൂലും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ഊരി മാറ്റുക. എന്നിട്ട് ഫുൾ കവർ ചെയ്യുക. അതായത് ഈ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു കൂടി നോക്കിയാലും നമുക്കിതിങ്ങനെ കറക്കി നോക്കുക. ചക്രം ഇതേപോലെ ഇങ്ങനെ കറക്കുക. ഇങ്ങനെ കറക്കി നോക്കുക. കറക്കി നോക്കുമ്പോൾ ഇവിടെയും ഇതേപോലെ ഇങ്ങനെ കറങ്ങും, ഈ ഭാഗവും കറങ്ങും. എന്നിട്ട് എന്തെങ്കിലും ഒരു ടോർച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടിച്ചു നോക്കുക. കറക്റ്റായിട്ട് നല്ല വെട്ടം കിട്ടത്തക്ക രീതിയിൽ അടിച്ചു നോക്കുക. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ ചെറിയൊരു കഷ്ണം നൂലാണെങ്കിലും മതി. നമുക്ക് ഇതേപോലെ ഇങ്ങനെ പൊടിയിരുന്നാൽ കുഴപ്പമില്ല. നൂല് ഇടയിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലും നൂല് കട്ടപിടിക്കാം. കട്ടപിടിച്ച് അടിയിൽ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അടിഭാഗത്ത് കട്ടപിടിച്ച് വരും. ഇതൊരു അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തത് കൊണ്ട് ഞാനിവിടെ മൊത്തം വൈറ്റ് ക്രീസാണ്. ഈ മെഷീൻ്റെ ഈ എല്ലാ ഭാഗത്തും വൈറ്റ് ക്രീസാണ് അടിച്ചിരിക്കുന്നത്. മെഷീനുകളിലും യൂസ് ചെയ്യും. പക്ഷേ ഈ വൈറ്റ് ക്രീസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചവിട്ടി തയ്ക്കുമ്പോഴാണെങ്കിലും മോട്ടർ ഫിക്സ് ചെയ്യുമ്പോഴാണെങ്കിലും മെഷീൻ വളരെ ഫ്രീ ആയിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചവിട്ടാനും പറ്റും. അതുപോലെ മോട്ടർ ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് പോകും. വൈറ്റ് ക്രീസ് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി തയ്ക്കുമ്പോൾ നമുക്ക് വളരെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. നമ്മുടെ കാലുകൾക്കാണെങ്കിലും വളരെയധികം സ്ട്രെയിൻ. മെഷീൻ നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ മെഷീൻ പഴയതുപോലെ തന്നെ വളരെ ഹാർഡാകും. തയ്ക്കാനാണെങ്കിൽ നമുക്ക് വളരെ പ്രയാസമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഭാഗത്തും വൈറ്റ് ക്രീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മെഷീൻ എപ്പോഴും നമുക്ക് എണ്ണ ഒഴിക്കണ്ട. നമ്മൾ എല്ലാ ദിവസവും തയ്ക്കുമ്പോഴാണെങ്കിലും അതിന് മുൻപ് 5 മിനിറ്റ് മുൻപ് എണ്ണ ഒഴിക്കണ്ട. നമുക്ക് ഇടയ്ക്ക് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഉള്ളിലുള്ള ഓരോ ഭാഗങ്ങളും ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഈ ഭാഗം അഴിച്ചും എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഇതിൻ്റെ അകത്തും വൈറ്റ് ക്രീസ് എല്ലാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മെഷീൻ വളരെ ഫ്രീ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, മെഷീൻ എണ്ണ ഏതാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കോക്കനറ്റിൻ്റെ എണ്ണ മതിയോ എന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ എണ്ണ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മെഷീൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കിട്ടുന്ന കടയിൽ പോയിട്ട് മെഷീൻ ഓയിൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കുക, ഒരു ബോട്ടിൽ വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ, സാധാരണ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, അതുപോലെ തന്നെ മണ്ണെണ്ണ ഒരേ അളവിൽ ഇത് മിക്സ് ചെയ്യുക, എന്നിട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ തനിച്ച് മെഷീനിൽ ഇടരുത്, അതുപോലെ തന്നെ മണ്ണെണ്ണയും തനിച്ചിടരുത്. 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ മണ്ണെണ്ണ, അതേ അളവിൽ 2 ക്വാണ്ടിറ്റിയും ഒരേപോലെ ഇരിക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്ത പോലെ അതേപോലത്തെ ബോട്ടിൽ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ടാട്ടാണെങ്കിലും എല്ലായിടത്തും ഇടുക. അടുത്ത തകരാറെന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. നമ്മൾ ചുരിദാറോ അല്ലെങ്കിൽ ബോട്ടമോ സ്റ്റിച്ച് ചെയ്യും, പക്ഷേ സ്റ്റിച്ചിങ് വരില്ല. നമ്മളത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ചിങ് വരാത്തത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രോബ്ലം ഈ ഗ്യാപ്പിൽ നൂല് ചുറ്റിയില്ലെങ്കിൽ സ്റ്റിച്ചിങ് വരില്ല. ഞാനിപ്പോൾ ഈ നൂലൊന്ന് അഴിക്കുകയാണ്. നമ്മൾ ആദ്യമേ തന്നെ സ്റ്റിച്ച് തുടങ്ങുന്നതിന് മുൻപ് ഈ ഗ്യാപ്പിലും എല്ലാം നൂല് ചുറ്റും. പക്ഷേ ഇടയ്ക്കുന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഈ ഗ്യാപ്പിൽ നിന്ന് നൂല് മിസ്സായി പോകും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്റ്റിച്ചിങ് വരാത്തത്. ഞാനിപ്പോൾ ഈ ഗ്യാപ്പിൽ നൂല് ഇട്ടിട്ടില്ല. ഞാനിന്ന് സൂചിയിൽ കോർക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സൂചിയിൽ നൂല് കോർത്തു. ഈ ഭാഗത്ത് നൂല് ഞാൻ കോർത്തിട്ടില്ല. ഞാൻ ഒന്ന് തയ്ക്കുകയാണ്. സ്റ്റിച്ചിങ് വരില്ല. നമ്മുടെ ത്രെഡ് പൊട്ടിയും പോയി, അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വരില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഓരോന്നിനും ഓരോരോ രീതിയുണ്ട്. ആദ്യമേ ഇവിടെ നൂല് ഇടുക, എന്നിട്ട് ഈ ഗ്യാപ്പിൽ നൂല് കോർക്കുക, എന്നിട്ട് ഈ ഒരു റൗണ്ടിലൂടെ ചുറ്റി ഈ ഗ്യാപ്പിൽ പിന്നെ സൂചിയിൽ. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. തുണിയിൽ സ്റ്റിച്ചിങ് വരാതിരിക്കാനുള്ള കാരണം എന്താണെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും അവസാനത്തെ ഒരു തകരാറാണ്, നമ്മൾ കട്ടിയുള്ള തുണി അടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യമേ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ലിവർ ഒന്ന് ഇതേപോലെ ഒന്ന് പൊക്കിയിട്ടടിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ തുണി വളരെ കട്ടിയായിട്ടൊന്ന് എടുക്കുകയാണ്. ആദ്യമേ നൂലൊന്ന് കറക്റ്റായിട്ട് കോർക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഒരു കട്ടിയുള്ള തുണിയിൽ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് അടിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ തുണി മടക്കി ഒന്ന് കട്ടിയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇപ്പോൾ കട്ടിയാക്കി നമുക്കതിപ്പോൾ അടിക്കാനായിട്ട് നമ്മൾ ആദ്യമേ ലിവർ ഇങ്ങനെ പൊക്കുക, നമ്മൾ താഴത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ പെട്ടെന്ന് ഇത് സ്റ്റിച്ചിങ് പോകുന്നില്ല, അതവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും, ചിലപ്പോൾ ത്രെഡും പൊട്ടിപ്പോവാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ആദ്യമേ മെഷീൻ ചവിട്ടി തുടങ്ങുക, എന്നിട്ട് ഈ ലിവർ പതുക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ആ കട്ടിയുള്ള ഭാഗം കഴിയുമ്പോൾ ലിവർ താഴത്തേക്ക് താത്തുക, എന്നിട്ട് നമ്മൾ സാധാരണ ചവിട്ടുന്നത് പോലെ അങ്ങോട്ട് ചവിട്ടി പോവുക. ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കട്ടിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവരെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ലിവർ ഒന്ന് പതുക്കെ പൊക്കി കൊടുക്കുക, എന്നിട്ട് ചവിട്ടുക. അപ്പോൾ അവിടെ ലോങ് സ്റ്റിച്ച് വരും, അത് സാരമില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം കഴിയുമ്പോൾ ലിവർ താഴത്തേക്ക് ഇടുക, എന്നിട്ട് സാധാരണ തയ്ക്കുമ്പോൾ തയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത ചുരിദാറോ അല്ലെങ്കിൽ ബ്ലൗസോ എന്ത് തന്നെ തയ്ക്കുകയാണെങ്കിലും നമ്മൾ ആ സ്റ്റോൺ വർക്ക് വരുമ്പോൾ ലിവർ ഇതേപോലെ പൊക്കി കൊടുക്കുക, എന്നിട്ട് സൂചി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂചി സ്റ്റോണിൽ പോയി തട്ടി സൂചി ഒടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺ വർക്കുള്ള ചുരിദാർ ചെയ്യുമ്പോൾ നിങ്ങൾ ലിവറും പൊക്കുക, പിന്നെ സ്റ്റിച്ച് ചെയ്യരുത്. കാലുകൊണ്ട് മെഷീൻ ചവിട്ടരുത്. മോട്ടർ ആണെങ്കിലും നിങ്ങളത് ചവിട്ടി തയ്ക്കരുത്. നിങ്ങൾ പതിയെ ഇവിടെ ഇങ്ങനെ കറക്കി ആ ഭാഗം കഴിയുമ്പോൾ സാധാരണ തയ്ക്കുന്നത് പോലെ തയ്ക്കുക. അപ്പോൾ നമ്മൾ 5 തകരാറുകളും അതിൻ്റെ പരിഹാരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറ്റിയ ഒരു തകരാറ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് ഇങ്ങനെ വളരെ ടൈറ്റായിട്ടിരിക്കും സ്റ്റിച്ചിങ്. ഞാനിപ്പോൾ അത് തുണി അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ് അവിടെ ഇങ്ങനെ പൊട്ടി പോകും. അത് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു ഇതായിരുന്നു. ഞാനിപ്പോൾ ലാസ്റ്റ് മെഷീനെല്ലാം അഴിച്ച് ഷോപ്പിൽ കൊണ്ട് ശരിയാക്കാം എന്ന് കരുതിയ ഒരു ഇതായിരുന്നു. പക്ഷേ എനിക്കത് വളരെ സിമ്പിളായിട്ടത് എനിക്കതിന് പരിഹാരം കണ്ടെത്താൻ പറ്റി. അതായത് ഈ ഭാഗത്ത് ഞാനിപ്പോൾ ഓയിൽ ഇടുമ്പോൾ ആദ്യമേ സൂചിയുടെ ഈ ഭാഗത്ത് ഓയിലിടും, പിന്നെ ഈ എല്ലാ ഗ്യാപ്പിലും ഓയിലിടും. പക്ഷെ ഞാൻ ഈ ഒരു ഏരിയയിൽ ഓയിൽ ഇടില്ലായിരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഓയിൽ ഇടുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് ഇടുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ ഓയിൽ ഇടില്ലായിരുന്നു. അപ്പോൾ കുറേ നാൾ നമ്മൾ മെഷീൻ ചവിട്ടിയില്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ തുരുമ്പെടുക്കുമ്പോൾ നമ്മൾ ഈ നൂല് ഈ ഗ്യാപ്പിൽ ചുറ്റുമ്പോൾ കറക്റ്റായിട്ട് ഇതിങ്ങനെ വലിഞ്ഞു പോരില്ല. അപ്പോൾ കുറേ നാൾ മെഷീൻ ചവിട്ടാണ്ട് ഇരുന്നിട്ട് നമ്മളത് കുറച്ച് നാൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നന്നായിട്ട് ഓയിൽ ഇട്ടിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തുരുമ്പുണ്ടാവും. ആ തുരുമ്പും നമ്മുടെ നൂലുമായിട്ട് ചേരുമ്പോൾ നൂല് ഇങ്ങോട്ടേക്ക് വരാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം എനിക്കിത്ര ഈസി ആയിട്ട് ഒരു ഷോപ്പിലും കൊടുക്കാണ്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ എനിക്കതിന് പരിഹാരം കാണാൻ സാധിച്ചു. ഞാനിപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. താങ്ക്